നമസ്കാരം. പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. കനത്ത ചൂടിനെ വെല്ലുന്ന രാഷ്ട്രീയ കാലാവസ്ഥയുള്ള മണ്ഡലമാണ് പാലക്കാട്. ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ ഒന്ന്. കൃഷിയും വ്യവസായവും ഒരുപോലെ വഴങ്ങുന്ന മണ്ണ്. നെല്ല് സംഭരണവുമൊക്കെ ഒരു ഭാഗത്ത് വിഷയമാകുമ്പോൾ കോച്ച് ഫാക്ടറിയും വ്യവസായ ഇടനാഴിയുമൊക്കെയായിരിക്കും മണ്ഡലത്തിന്റെ മറ്റൊരു ഭാഗത്ത് വിഷയം. അട്ടപ്പാടി ഉൾപ്പെടുന്ന വലിയൊരു പട്ടികവർഗ മലയോര മേഖലയും മണ്ഡലത്തിന്റെ ഭാഗമാണ്. കേരളത്തിലെ ഏക IITയും ഈ മണ്ഡലത്തിൽ തന്നെയാണുള്ളത്. 1957 മുതൽ പാലക്കാട് പാർലമെന്റ് മണ്ഡലം നിലവിലുണ്ടെങ്കിലും ഇന്നുള്ള പല നിയമസഭാ മണ്ഡലങ്ങളും അന്നുണ്ടായിരുന്നില്ല. 2009 പാലക്കാട് മണ്ഡലം പുനഃസംഘടിപ്പിക്കപ്പെട്ടത്. മണ്ഡലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. മണ്ഡലം ഉണ്ടായതു മുതൽ കൂടുതൽ കാലം ചുവപ്പ് തന്നെയായിരുന്നു പാലക്കാടിന്റെ നിറം. 1957 CPIയുടെ PK കുഞ്ഞനിലൂടെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ മണ്ഡലത്തിലെ ആദ്യ വിജയം. ഇടതു നേതാക്കളായ AK ഗോപാലനും EK നായനാരും പാലക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ A സുന്ന സാഹിബിലൂടെയാണ് കോൺഗ്രസ് പാലക്കാട് ആദ്യം പിടിച്ചെടുക്കുന്നത്. തുടർന്ന് 1980 84 91 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമാണ് UDF ഈ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MP രാജേഷിനെ പരാജയപ്പെടുത്തി VK ശ്രീകണ്ഠനാണ് അട്ടിമറി വിജയത്തിലൂടെ മണ്ഡലം പിടിച്ചടക്കിയത്. തങ്ങളുടെ A+ മണ്ഡലങ്ങളിലൊന്നായ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയും വോട്ടിൽ വർധനവ് ഉണ്ടാക്കിയിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന നേതാവ് C കൃഷ്ണകുമാർ ആയിരുന്നു NDA സ്ഥാനാർത്ഥി. 11,637 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് VK ശ്രീകണ്ഠൻ വിജയിച്ചത്. UDF 38.81% വോട്ടും LDF 37.68% വോട്ടും നേടിയപ്പോൾ NDA 21.24% വോട്ടും സ്വന്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിൽ 11,07,712 പുരുഷന്മാരും 11,56,748 സ്ത്രീകളും 21 ഭിന്നലിംഗക്കാരും ഉൾപ്പെടെ 22,64,481 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 26,081 പേർ 18-നും 19-നും ഇടയിൽ പ്രായമുള്ള യുവ വോട്ടർമാരാണ്. ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി ഉൾക്കൊള്ളുന്ന വോട്ടർമാരുടെ എണ്ണം 1,500 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിജപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണാർക്കാട് ചങ്ങലേരി AUP സ്കൂളിൽ ഉണ്ടായിരുന്ന 7 ബൂത്തുകളിൽ 2 വോട്ടർമാരുടെ എണ്ണം കുറവായതിനാൽ ഒന്നിപ്പിച്ചു. ഇതുമൂലം മണ്ണാർക്കാട് മണ്ഡലത്തിലെ 181 പോളിംഗ് സ്റ്റേഷനുകൾ 180 ജില്ലയിലെ മൊത്തം ബൂത്തുകൾ 2,109 നിന്നും 2,108 ആയും മാറിയിട്ടുണ്ട്. നിരവധി കേന്ദ്ര ഫ്ളാഗ്ഷിപ്പ് പദ്ധതികൾക്ക് സ്വീകാര്യത ലഭിച്ച ജില്ലയിലാണ് PM വിശ്വകർമ്മ പോലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ക്രിയാത്മക പദ്ധതികളും സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കിയിരിക്കുന്നത്. അടുത്തിടെ ഗ്രാമീണ മേഖലയിലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 17 പദ്ധതികൾക്കായി 87.82 കോടി രൂപയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് PMGSY പ്രകാരം ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്ന 2ാമത്തെ ജില്ലയാണ് പാലക്കാടെന്നും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മികച്ച നേട്ടം കൈവരിക്കാനായി എന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. 17 പദ്ധതികൾക്കാണ് PMGSY അംഗീകാരം കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ എമൗണ്ട് 87,82,00,000 രൂപയാണ്. ചരിത്രത്തിലില്ലാത്ത അത്ര കിലോമീറ്ററും ഫണ്ടും ഈ കഴിഞ്ഞ 4 വർഷത്തിനകം ലഭ്യമായിരിക്കുകയാണ്. ഏറ്റവും അവസാനം 5 പ്രോജക്റ്റുകളാണ്. നേരത്തെ അനുവദിച്ചിട്ടുള്ള 12 പദ്ധതികൾ, അതിൽ 4 പദ്ധതികൾ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 4 പദ്ധതികൾ
ഏകദേശം പകുതി പിന്നിട്ടിരിക്കുകയാണ്. പിന്നീടുള്ള 4 പദ്ധതികൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. കൊറ്റിയോട് പാലാമ്പറ്റ കാഞ്ഞിരപ്പുഴയിലെ 5 കിലോമീറ്ററിലധികം വരുന്ന റോഡ് 3,37,00,000. അമ്പലപ്പാറ പഞ്ചായത്തിലെ പുലാപ്പറ്റശ്ശേരി മലപ്പുറം ഫോർവേഡ് പടി റോഡ് 3 കിലോമീറ്റർ 637 മീറ്റർ 3,18,00,000. കാരക്കൂത്ത് മാഞ്ഞാമ്പ്ര റോഡ് തിരുവേപ്പുറ പഞ്ചായത്തിൽ 6 കിലോമീറ്റർ 640 മീറ്റർ 4,53,00,000. കേരളശ്ശേരി കോങ്ങാട് കടമ്പഴിപ്പുറം പഞ്ചായത്തുകളിലൂടെയുള്ള കള്ളപ്പാടി കുണ്ടുവമ്പാടം റോഡ് 7 കിലോമീറ്റർ 952 മീറ്റർ 5,10,00,000 രൂപ. പുതുപ്പരിയാരം മുണ്ടൂര് അകത്തേത്തറ പഞ്ചായത്തുകളിലായുള്ള പൊരിയാനി കയ്യറ അരിമണി ധോണി റോഡ് 5.5 കിലോമീറ്റർ 3,76,00,000. എളമ്പുലാശ്ശേരി കാരാകുറിശി പഞ്ചായത്തുകളിലായി എളമ്പുലാശ്ശേരി വാക്കടപ്പുറം വലിയട്ട റോഡ് 4.732 4 കിലോമീറ്റർ 732 മീറ്റർ അത് 3,52,00,000. കടമ്പഴിപ്പുറത്തെ ആമക്കാട് തോട്ടശ്ശേരി റോഡ് 5 കിലോമീറ്റർ 5,85,00,000. കോട്ടപ്പാടം കുമരമ്പത്തൂർ പഞ്ചായത്തിലെ മൈലാമ്പാടം പൊതുവപ്പാടം ST കോളനി റോഡ് 3 കിലോമീറ്റർ 4,14,00,000. കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ വായില്യാങ്കുന്ന് ഉളിയങ്കല്ല് ചുണ്ടേക്കാട് ഇല്ലിപ്പുറം മണ്ടഴി റോഡ് 5 കിലോമീറ്റർ 400 മീറ്റർ 7,16,00,000. തച്ചങ്ങാട് കുളപ്പട കൊറത്തിപ്പാറ റോഡ് നെല്ലായ പഞ്ചായത്തിൽ 5 കിലോമീറ്റർ 634 മീറ്റർ 6,38,00,000. പുഞ്ചപ്പാടം തലേണക്കാട് താണിക്കുന്ന് റോഡ് 5 കിലോമീറ്റർ 5,82,50,000. കൊടുവാളിപ്പുറം കണ്ടമംഗലം പുറ്റാനിക്കാട് റോഡ് കോട്ടപ്പാടം പഞ്ചായത്തിൽ 7 കിലോമീറ്ററും 897 മീറ്റർ 7,23,24,000. നേരത്തെ അനുവദിച്ചിട്ടുള്ള 12 പ്രോജക്റ്റുകളാണ്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. തിരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങളും ജില്ലയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി കളക്ടറേറ്റിന്റെ മുൻഭാഗത്തായി പ്രത്യേകം കൗണ്ടർ സജ്ജീകരിച്ചു. ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് സേവനം. തിരഞ്ഞെടുപ്പ് വരെ കൗണ്ടർ പ്രവർത്തിക്കും. ജില്ലയിലെ എല്ലാ താലൂക്ക് RDO അസംബ്ലി വരണാധികാരികളുടെ ഓഫീസുകളിലും കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കളക്ടറേറ്റിലെ തിരഞ്ഞെടുപ്പ് വിഭാഗത്തിൽ ജില്ലാ കോൾ സെന്ററും പ്രവർത്തനം ആരംഭിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കൽ, വോട്ടർ പട്ടികയിലെയും തിരിച്ചറിയൽ രേഖയിലെയും തെറ്റുകൾ തിരുത്തുക, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതി തുടങ്ങിയ വിവരങ്ങൾ അറിയുന്നതിന് ടോൾ ഫ്രീ നമ്പറായ 1950 ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ വിളിക്കാം. ജില്ലയിൽ ഉത്സവങ്ങളുടെ കൊടിയേറ്റം ആരംഭിച്ചു കഴിഞ്ഞു. 2ാം വിള കൊയ്ത്തും സജീവമാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ വേനൽ ചൂടിനെ വെല്ലുവിളിച്ച് ആഘോഷങ്ങൾ അരങ്ങേറുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് കാഹളവും മുഴങ്ങുന്നത്. ജില്ലയിലെ കടുത്ത ചൂടിനും അപ്പുറമായിരിക്കും തിരഞ്ഞെടുപ്പ് ചൂട്. പാർട്ടികളും നേതാക്കളും പ്രവർത്തകരും ഒരുങ്ങിക്കഴിഞ്ഞു. ആരൊക്കെയാവും സ്ഥാനാർത്ഥികൾ എന്നുള്ള ആകാംക്ഷയിലാണ് വോട്ടർമാർ. 4 നൂറ്റാണ്ടിനു ശേഷം തിരിച്ചുപിടിച്ച മണ്ഡലം നിലനിർത്താൻ UDFും മണ്ഡലത്തിലെ കുത്തക തിരിച്ചുപിടിക്കാൻ LDFും ഇരുവർക്കും വെല്ലുവിളി ഉയർത്തി BJPയും കച്ചകെട്ടുമ്പോൾ പാലക്കാടൻ തിരഞ്ഞെടുപ്പ് കാറ്റിനും ചൂടുകൂടുമെന്നുറപ്പാണ്. നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം AIRnewsfeedback24@gmail.com എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ. നന്ദി, നമസ്കാരം.